സംസ്ഥാനത്ത് അതിതീവ്ര മഴയും കാറ്റും. തൃശൂരിൽ കനത്ത മഴയിൽ വിവിധ ഇടങ്ങളിൽ വൻ നാശനഷ്ടം. വൈദ്യുതി വിതരണം താറുമാറായി. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ 4 കൺട്രോൾ റൂമുകൾ തുറന്നു. ചാലക്കുടി, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഓഫീസുകളിലും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലുമാണ് കൺട്രോൾ റൂമുകൾ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറിമാരെ പ്രതികളാക്കി. പാർട്ടിയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂരിൽ കനത്ത മഴയിൽ വിവിധ ഇടങ്ങളിൽ വൻ നാശനഷ്ടം. നിരവധി ഇടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായി. കയ്പമംഗലത്തും കാക്കാത്തുരുത്തി, മാള, മേലടൂർ, അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കയ്പമംഗലം മേഖലയിൽ ഇന്നലെ മുതൽ പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട്. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടം. നിരവധിയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായി. അന്നമനട മേലടൂരിൽ മിന്നൽ ചുഴലി. ഇന്ന് രാവിലെ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ മേലടൂരിൽ കനത്ത നാശം. മരങ്ങൾ കടപുഴകി വീണ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. പ്രദേശത്ത് കേബിൾ വൈദ്യുതി ബന്ധം തകരാറിലായി. മതിലുകളും വാഹനങ്ങളും തകർന്നു. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഷീറ്റുകൾ പറന്നുപോയി. പൈനാടത്ത് ജോർജിന്റെ വീടിന്റെ മേൽക്കൂരയുടെ ഷീറ്റ് തകർന്നു. വെള്ളാനിപ്പറമ്പിൽ ലീലയുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് മരം വീണ് പൊട്ടി. വീടുകളിലേക്ക് വെള്ളം കയറി. മാള വലിയപറമ്പ് കുഴൂർ റോഡിൽ മരം വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ITI പുതിയ റോഡിലും ഗതാഗത തടസ്സം നേരിട്ടു. കനത്ത മഴയിലും കാറ്റിലും മാളയിലും പരിസര പ്രദേശങ്ങളിലും വൻ നാശനഷ്ടം. വടമ പ്ലാവിൻമുറി ഭാഗങ്ങളിൽ മരം വീണ് വൈദ്യുതി ലൈൻ പൊട്ടി. മാളയിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വീടുകൾ തകർന്നു. വട്ടക്കോട്ടയിൽ വീടിന് മുകളിൽ പ്ലാവ് വീണ ചെന്തുരുത്തി ഗോപിയുടെ വീട് തകർന്നു. തെങ്ങ് വീണ കല്ലിക്കാട്ടിൽ ഷിജുവിന്റെ വീട് തകർന്നു. താഴേക്കാട് ആൽമരം റോഡിലേക്ക് വീണ വൈദ്യുതി കേബിൾ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പൊയ്യ, പുത്തഞ്ചിറ, വെള്ളാങ്കല്ലൂർ, കോണത്തുകുന്ന് പ്രദേശങ്ങളിലും മരം വീണ് വൈദ്യുതി തടസ്സപ്പെടുകയും കേബിൾ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മിന്നൽ ചുഴലിയിൽ ചാലക്കുടിയിൽ വ്യാപക നാശം. പടിഞ്ഞാറെ ചാലക്കുടി മേഖലയിലാണ് മിന്നൽ ചുഴലി ഉണ്ടായത്. രാവിലെ 9:30ഓടെയാണ് ചുഴലിയുണ്ടായത്. നിമിഷങ്ങൾ മാത്രമാണ് കാറ്റടിച്ചത്. വീടിന്റെ മേൽക്കൂരകൾ പറന്നുപോയി. മരങ്ങൾ കടപുഴകി വീണു. വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലവർഷത്തിലും ഈ പ്രദേശത്ത് മിന്നൽ ചുഴലി അനുഭവപ്പെട്ടിരുന്നു. കവുങ്ങ്, തെങ്ങ്, ജാതി, ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവ വ്യാപകമായി നശിച്ചു. ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം നിലച്ചു. ആളപായമില്ലാത്തത് ആശ്വാസമായി. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം കോട്ടയിൽ തേക്കുമരം വീണ് വീട് തകർന്നു. കല്ലറയ്ക്കൽ ജോണിയുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. അപകടത്തിൽ വീടിന്റെ മേൽക്കൂര ഏറെക്കുറെ പൂർണ്ണമായും നശിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. വീട്ടുമുറ്റത്തുള്ള തേക്കുമരം കടപുഴകി നിലം പതിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഓടി രക്ഷപ്പെട്ടതിനാൽ വലിയ അപകടം ഒഴിവായി. ശ്രീനാരായണപുരത്ത് ഇന്നലെ രാത്രിയുണ്ടായ അതിശക്തമായ കാറ്റിൽ വലിയ മരത്തിന്റെ ഭാഗം വീടിന് മുകളിലേക്ക് വീണ് വീടിന്റെ പാരപ്പറ്റുൾപ്പെടെ നാശനഷ്ടം സംഭവിച്ചു. പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം തോപ്പിൽ ശാന്തയുടെ വീടിന് മുകളിലാണ് മരം വീണ് വീട് ഭാഗികമായി തകർന്നത്. വിവിധ ബ്യൂറോകളിൽ നിന്നും മീഡിയ ടൈം, മാള. സംസ്ഥാനത്ത് അതിതീവ്ര മഴയും കാറ്റും കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. 11 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് അതീവ ജാഗ്രത വേണം. തൃശൂർ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. മറ്റ് എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യം തുടരുകയാണ്. നാളെയോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും. തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് അതീവ ജാഗ്രത വേണം. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുമുണ്ട്. ജൂൺ 1 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. തിങ്കളാഴ്ച രാവിലെ മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ കൊടകര മേഖലയിൽ വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി വീണു. മരങ്ങൾ വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടുകയും ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിയുകയും ചെയ്തു. മേഖലയിലെ വൈദ്യുതി വിതരണം താറുമാറായി. കൊടകര പൂത്തുക്കാവ് കനാൽ ബണ്ട് റോഡിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് നിന്നും അഗ്നിരക്ഷ എത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മനക്കുളങ്ങര പോസ്റ്റ് ഓഫീസിന് സമീപം
പടിക്കലപ്പറമ്പിൽ ബിജുവിന്റെ ഓടുമേഞ്ഞ വീടിന് മുകളിൽ തെങ്ങ് വീണു. വീട് ഭാഗികമായി തകർന്നു. ആനത്തടം സ്വദേശികളായ ചെറുപറമ്പിൽ കുട്ടൻ, മണ്ടത്തറ കുട്ടൻ, ഞാറേക്കാടൻ മോഹനൻ, ഞാറക്കാടൻ ശങ്കുണ്ണി, പണ്ടാരപ്പറമ്പിൽ ബാലകൃഷ്ണൻ എന്നിവരുടെ നിരവധി ജാതികൾ കടപുഴകി വീണു. ആനത്തടം ചുങ്കത്ത് റാഫേലിന്റെ മോട്ടോർ ഷെഡും ശക്തമായ മഴയിൽ തകർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമനും സംഘവും സ്ഥലങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മീഡിയ ടൈം, കൊടകര. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ 4 കൺട്രോൾ റൂമുകൾ തുറന്നു. ചാലക്കുടി, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഓഫീസുകളിലും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലുമാണ് കൺട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങിയത്. കേരളത്തിൽ കാലവർഷം അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിനായി തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 4 കൺട്രോൾ റൂമുകൾ തുറന്നതായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS അറിയിച്ചു. ചാലക്കുടി, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഓഫീസുകളിലും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലുമാണ് കൺട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങിയത്. അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കൊരട്ടി, ചാലക്കുടി, അതിരപ്പള്ളി, കൊടകര, വെള്ളിക്കുളങ്ങര, പുതുക്കാട്, വരന്തരപ്പള്ളി എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ താമസിക്കുന്നവർക്ക് ചാലക്കുടി കൺട്രോൾ റൂമിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 9497933756. കൊടുങ്ങല്ലൂർ, മതിലകം, കയ്പമംഗലം, വലപ്പാട്, വാടാനപ്പള്ളി, അഴീക്കോട്, കോസ്റ്റൽ എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ താമസിക്കുന്നവർക്ക് കൊടുങ്ങല്ലൂർ കൺട്രോൾ റൂമിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 048028000561. ഇരിങ്ങാലക്കുട, കാട്ടൂർ, ചേർപ്പ്, അന്തിക്കാട്, ആളൂർ, മാള പോലീസ് സ്റ്റേഷൻ പരിധികളിൽ താമസിക്കുന്നവർക്ക് ഇരിങ്ങാലക്കുട കൺട്രോൾ റൂമിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 048028280000. ഇതുകൂടാതെ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം 0480299136 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. മീഡിയ ടൈം, തൃശൂർ. മാള കുന്നത്തുകാട്ടിൽ നാട്ടുകാർക്ക് ഭീഷണിയായി കൂറ്റൻ പാലമരം. കുന്നത്തുകാട് റോഡരികിൽ PWDയുടെ സ്ഥലത്താണ് മരം നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് അപകട ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചുമാറ്റി നാട്ടുകാരുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരത്തിന്റെ ശിഖരമൊടിഞ്ഞ് റോഡിനോട് ചേർന്നുള്ള ശ്മശാനത്തിൽ വീണിരുന്നു. ഈ മരത്തിന് ചുവട്ടിലാണ് ബസ് സ്റ്റോപ്പുമുള്ളത്. നിരവധി ആളുകളാണ് ഈ ബസ് സ്റ്റോപ്പിനെ ആശ്രയിക്കുന്നത്. അപകടം ഒഴിവാക്കുന്നതിനായി ബസ് സ്റ്റോപ്പ് നാട്ടുകാർ കയർ കെട്ടി അടച്ചിരിക്കുകയാണ്. KSEBയിലും ഫയർഫോഴ്സിലും നാട്ടുകാർ വിവരമറിയിച്ചെങ്കിലും ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെടാനാണ് നിർദ്ദേശം ലഭിച്ചതെന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് അപകട ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചുമാറ്റി നാട്ടുകാരുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. മീഡിയ ടൈം, മാള. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറിമാരെ പ്രതികളാക്കി. പാർട്ടിയെയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. MM വർഗീസ്, AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP തുടങ്ങിയവരെയും കേസിൽ പ്രതികളാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചു. അന്തിമ കുറ്റപത്രത്തിൽ CPIM പാർട്ടി ഉൾപ്പെടെ 8 രാഷ്ട്രീയ പ്രവർത്തകർ പ്രതിയാണ്. AC മൊയ്തീൻ, MM വർഗീസ്, K രാധാകൃഷ്ണൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെ പ്രതിയാക്കിയാണ് ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അനധികൃതമായി ലോൺ തരപ്പെടുത്തിയവർ ഉൾപ്പെടെ കേസിൽ 80 പേരും പ്രതിപ്പട്ടികയിൽ ഉണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ നിർമ്മൽ കുമാർ മോശയാണ് കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. തട്ടിപ്പ് നടത്തിയത് വഴി പ്രതികൾ സമ്പാദിച്ചത് 180 കോടിയെന്ന കുറ്റപത്രത്തിൽ പറയുന്നു. പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും 128 കോടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. CPIMന്റെ അക്കൗണ്ടിൽ നിന്ന് ED 1 കോടി രൂപ കണ്ടെടുത്തിരുന്നു. അത് ക്രയവിക്രയം നടത്തുന്നതിന് നിയന്ത്രണം വരുത്തുകയും അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തു. അന്തിമ കുറ്റപത്രത്തിൽ പുതിയതായി 27 പ്രതികൾ കൂടി ചേർത്തു. കേസിൽ ആകെ 83 പ്രതികളാണ് ഉള്ളത്. 64-ാം പ്രതിയായി വടക്കാഞ്ചേരി മധു മംഗലപുരം, 67-ാം പ്രതിയായി മുൻ മന്ത്രിയായ AC മൊയ്തീൻ, 68-ാം പ്രതിയായി CPIM എന്നിങ്ങനെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. CPIM മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് 69-ാം പ്രതിയായും 70-ാം പ്രതിയായി K രാധാകൃഷ്ണൻ MPയെയും പ്രതി ചേർത്തിട്ടുണ്ട്. CPIM മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരടക്കം 20 പേരെ പ്രതി ചേർക്കാൻ EDക്ക് അനുമതി ലഭിച്ചിരുന്നു. മീഡിയ ടൈം, കൊച്ചി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ.
ആളൂർ താഴേക്കാട് ആൽത്തറ ജംഗ്ഷൻ സമീപത്ത് വെച്ച് ഇലക്ട്രിക് പോസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിലേക്ക് വീണ് യുവാവിന് പരിക്കേറ്റു. വടമ സ്വദേശി ആലേക്കാട്ട് വീട്ടിൽ അഭിലാഷിനാണ് കാൽമുട്ടിന് പരിക്കേറ്റത്. പരിക്കേറ്റ അഭിലാഷിനെ ഉടൻ തന്നെ മാളയിലെ ബിലീവേഴ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടതു കാൽമുട്ടിന്റെ ചിരട്ടയ്ക്ക് പൊട്ടലേറ്റ അഭിലാഷിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും. കനത്ത കാറ്റിലും മഴയിലും പെരിഞ്ഞനത്ത് കൃഷിനാശം. പെരിഞ്ഞനം 10-ാം വാർഡിൽ കൊച്ചിപ്പറമ്പത്ത് ബാബുരാജിന്റെ കൃഷിയിടത്തിലാണ് നാശമുണ്ടായത്. രാവിലെയുണ്ടായ കനത്ത കാറ്റിൽ 40ഓളം വാഴകൾ ഒടിഞ്ഞു വീണു. ഇതിൽ കുലച്ച വാഴകളുമുണ്ട്. കൂടാതെ 10ഓളം കവുങ്ങ്, തെങ്ങ്, ചാമ്പ, നെല്ലി, പുളിമരം എന്നിവയും ഒടിഞ്ഞു വീണു. വടക്കാഞ്ചേരിയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. പുന്നമ്പറമ്പ് നഗറിൽ സുരേഷിന്റെ ഭാര്യ 41 വയസ്സുള്ള രേണുകയാണ് മരിച്ചത്. ഇന്നലെയുണ്ടായ ശക്തമായ മഴയിലും തുടർന്നുണ്ടായ ഇടിമിന്നലിലും വീട്ടിലെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് ഷോക്കേറ്റത്. ശക്തമായ മഴയും ഇടിമിന്നലുമുണ്ടായ സമയത്താണ് അപകടമുണ്ടായത്. ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ദേശീയപാതയിൽ അശാസ്ത്രീയ നിർമ്മാണ രീതികൾ മൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപി ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റി MP ഓഫീസ് മാർച്ച് നടത്തി. KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. രഞ്ജി പണിക്കർ എഴുതി കൊടുക്കുന്ന ഡയലോഗുകൾ ആവർത്തിക്കുന്നതല്ലാതെ മറ്റൊരു ഇടപെടലും സുരേഷ് ഗോപി നടത്തുന്നില്ല എന്ന് KK വത്സരാജ് കുറ്റപ്പെടുത്തി. വികസന കാര്യങ്ങളോടുള്ള MP-യുടെ നിഷേധാത്മക സമീപനം തിരുത്താൻ തയ്യാറാകണമെന്നും KK വത്സരാജ് കൂട്ടിച്ചേർത്തു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷനായിരുന്നു. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി, P ബാലചന്ദ്രൻ MLA, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ, AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിനെ തുടർന്ന് AIYF പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ തിരുവനന്തപുരം ഫോറസ്റ്റ് ഹെഡ് ഓഫീസിന് മുന്നിൽ മെയ് 30-31 തീയതികളിലായി നടത്തുന്ന രാപ്പകൽ ഉപരോധ സമരത്തിന്റെ ഭാഗമായി കേരള കർഷക സംഘം നടത്തുന്ന കർഷക മുന്നേറ്റ ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ EP ജയരാജൻ, മാനേജർ വിൽസൺ പാനോലി, നേതാക്കളായ T രാമകൃഷ്ണൻ, MR രഞ്ജിത്ത്, PK ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4-ാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. അഴകത്ത് നടത്തിയ കുടുംബസംഗമം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് സതീശൻ ഐക്കര അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ ഷൈൻ മുണ്ടക്കൽ, വിനയൻ തോട്ടാപ്പള്ളി, TG അജ, PK അനിൽകുമാർ, മുരളീധരൻ K എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും 70 വയസ്സ് തികഞ്ഞ മുതിർന്നവരെയും അനുമോദിച്ചു. അഖില കേരള ശാസ്താംപാട്ട് കലാകാര സംഘം കൊടുങ്ങല്ലൂർ മേഖല വാർഷിക പൊതുയോഗം നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനാർദ്ദനൻ മണത്തല പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് SS അജയൻ അധ്യക്ഷത വഹിച്ചു. പ്രകാശൻ ചാലക്കുളം, സംസ്ഥാന സമിതി അംഗം AR സുബ്രഹ്മണ്യൻ, ഷിബു തൃപ്പേക്കുളം, സുനി ചക്രപ്പാടം, സുബീഷ് കൊട്ടിക്കൽ, വിനു പെരിഞ്ഞനം എന്നിവർ സംസാരിച്ചു. ദേവസ്വം ബോർഡുകളിൽ ശാസ്താംപാട്ട് കലാകാരന്മാർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭ്യമാക്കണമെന്ന് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മണപ്പുറം ദൃശ്യകലാവേദിയുടെ 5ാമത് വാർഷികവും പ്രൊഫഷണൽ നാടക കലാകാരന്മാർക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. പ്രൊഫഷണൽ നാടക കലാകാരന്മാർക്ക് എല്ലാ വർഷവും നൽകി വരാറുള്ള NG ഉണ്ണികൃഷ്ണൻ സ്മാരക പുരസ്കാരം തിരുവനന്തപുരം സാഹിരി തിയേറ്റേഴ്സിന്റെ മുച്ചീട്ടുകളിക്കാരൻ എന്ന നാടകത്തിൽ അഭിനയിച്ച വിനോദ് കുണ്ടൂക്കാടിന് പയ്യന്നൂർ മുരളി സമ്മാനിച്ചു. കഴിമ്പ്രം വിജയൻ സ്മാരക പുരസ്കാരം KPSC താമരക്കുളം മണിക്ക് നൽകി. ബാലചന്ദ്രൻ വടക്കേടത്ത് പുരസ്കാരം സുനിൽ P മതിലകത്തിന് നൽകി. രാജൻ കാഞ്ഞിരക്കോട്, വിജയ ഷാജി തുടങ്ങിയവരെയും ആദരിച്ചു. രാധാമണി ഉണ്ണികൃഷ്ണൻ, ലിഷോയ് KR, കിഷോർ, മനോമോഹനൻ, KPSC സജീവ് മാടവന, ഹംസ, ജസി പള്ളൻ, KK സത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിതീവ്ര മഴയും കാറ്റും. തൃശൂരിൽ കനത്ത മഴയിൽ വിവിധ ഇടങ്ങളിൽ വൻ നാശനഷ്ടം. വൈദ്യുതി വിതരണം താറുമാറായി. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ 4 കൺട്രോൾ റൂമുകൾ തുറന്നു. ചാലക്കുടി, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട DYSP ഓഫീസുകളിലും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലുമാണ് കൺട്രോൾ റൂമുകൾ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറിമാരെ പ്രതികളാക്കി. പാർട്ടിയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.